ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷറാറ പാൻസിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ആദ്യം പറയാം. അപ്പം നമ്മളിപ്പം ആ സെക്കൻഡ് പാർട്ട്, അതായത് താഴെ ഫ്രില്ലിടേണ്ട ആ പീസ് ഇങ്ങനെ 4ആയി മടക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ 4ആയി മടക്കിയത് നമുക്ക് 2 കാലിനും കൂടി ഉള്ളതാണ്. അപ്പം ഇതിപ്പോൾ നമുക്ക് 4ആയി മടക്കിയ ഒറ്റ പീസാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് 2ആയി മടക്കിയിട്ട് അത് രണ്ടാക്കി നിവർത്തുക. 4 എന്നുള്ളതിൽ നിന്ന് ഒന്ന് നിവർത്തുമ്പോൾ 2ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പിന്നെ അതായത് ആ 2 പീസും വേറെ വേറെ ആക്കി കൊടുക്കുക. ഇത് നമ്മൾ 2 വേറെ വേറെ പീസാക്കി എടുക്കുക. എന്നിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. നമ്മൾ ആ 4ആയി മടക്കിയ തുണീനെ 2ആക്കി നിവർത്തിയിട്ട് അതിൻ്റെ മിഡിൽ കൂടി കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുത്തു. ഇനിയിപ്പോൾ ഈ പീസ് ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്, താഴെ ഫ്രില്ല് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണികൾ നമുക്ക് ആദ്യം തീർത്ത് വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിവശം, താഴെ വരുന്ന ഭാഗം, അത് പിന്നെ നമ്മൾ എത്രയോ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്രയാണ് നമ്മൾ മടക്കിയടിക്കാൻ എടുത്തത്, ആ അളവ് പിന്നെ നമ്മൾ മടക്കിയടിക്കുക. അപ്പോൾ ഈ തുണി ഇപ്പം ഞാൻ മടക്കി അടിക്കുന്നില്ല, കാരണം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ അടിക്കേണ്ടാത്ത വിധത്തിലുള്ള ഒരു ബോർഡറാണ്, അതുകൊണ്ട് ഇതടിക്കുന്നില്ല. പക്ഷെ നമുക്ക് വേറെ ടൈപ്പ് തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബോർഡർ ആണെങ്കിലും ചിലത് മടക്കി അടിക്കേണ്ട വിധം ഉണ്ടാവും, അല്ല മടക്കി അടിക്കേണ്ട ടൈപ്പായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ മടക്കി അടിക്കേണ്ടാത്ത ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ അടിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം മടക്കി അടിക്കുക. അപ്പോൾ 1 മടക്ക് മടക്കുക, 2 മടക്ക് ഇങ്ങനെ മടക്കിയിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിന് ശേഷം അത് മടക്കി അടിച്ച് ഇതിപ്പോൾ ഞാൻ അടിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറയാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ഇപ്പോൾ താഴെ മടക്കി അടിച്ചാൽ ഈ മുകളിൽ ഭാഗം ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് പിന്നെ ഏത് വശത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടായിരിക്കണം പ്ലീറ്റ്സ് ഇടുന്നത്. അത് 1/2 ഇഞ്ച് ഇവിടുന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട്, പിന്നെ ഇടാൻ തുടങ്ങേണ്ടത് ഈ അറ്റത്തുനിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് പ്ലീറ്റ്സ് ഇടാൻ തുടങ്ങിയാൽ മതി. ഈ 1 ഇഞ്ച് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സൈഡൊക്കെ ജോയിൻ ചെയ്യണമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് പ്ലീറ്റ്സ് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച്, ഏകദേശം 1 ഇഞ്ച്, അധികം വിടണ്ട, അത്ര വിട്ടിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ തുടങ്ങുക. പ്ലീറ്റ്സ് നമുക്ക് പല വിധത്തിലുള്ള പ്ലീറ്റ്സുകളും ഉണ്ട്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എങ്കിലും ഈ ടൈപ്പ് ഷറാറ പാൻസിന് ഏറ്റവും നല്ല ചെറിയ പ്ലീറ്റ്സാണ്. അപ്പോൾ ആ ചെറിയ പ്ലീറ്റ്സ് ഒരു 1/2 ഇഞ്ച് ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 ഇരട്ടിയൊക്കെയാണ് തുണി എടുക്കുന്നതെങ്കിൽ നല്ല അടുപ്പിച്ചിട്ട് കൊടുക്കണം. പക്ഷേ ഇതിപ്പോൾ ഞാൻ 2 ഇരട്ടിയേ എനിക്കുള്ളൂ, അതുകൊണ്ട് അത്ര അടുപ്പിച്ചിട്ടല്ല ഇടുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. തുടങ്ങുമ്പോൾ 1 ഇഞ്ച് വിട്ട പോലെ തന്നെ ലാസ്റ്റും 1 ഇഞ്ച് പ്ലീറ്റ്സ് ഇല്ലാതെ വിട്ടുകൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വെച്ചാണ് അടിച്ചത്. ഇനി നമ്മളെ ഫസ്റ്റ് പാർട്ടുണ്ടല്ലോ, ഫസ്റ്റ് പാർട്ടിൻ്റെ നമുക്കിത് പ്ലീറ്റ്സ് പിടിപ്പിക്കേണ്ട ആ ഭാഗം, അതായത് നമ്മൾ മുട്ടിൻ്റെ വീതി എടുത്ത ഭാഗം, അവിടെ അതും ഇതുമായിട്ട് ഒന്ന് നമ്മൾ പിടിച്ച് നോക്കാം കറക്റ്റാണോ എന്ന്. ഇതിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം. നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ട ആ വീതിയും ഇതിപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ട് പ്ലീറ്റ്സ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ അത് ജോയിൻ ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു 1-2 പ്ലീറ്റ്സ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അഥവാ തികയുന്നില്ല, ഇത് നമ്മളെ പ്ലീറ്റ്സ് ഇട്ടത് ചെറുതും ഇത് വലുതുമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും അടുത്തടുത്തുള്ള പ്ലീറ്റ്സ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നൂല് പൊട്ടിച്ചിട്ട് ഇതിന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും കറക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇത് കൂടുതലായാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇടയ്ക്കൊന്ന് 1-2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഈ പാൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശം മുകളിലാക്കി വെക്കുക. പിന്നെ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ നല്ല വശം അടിയിൽ, അതായത്
ഇതും നല്ലതും ടച്ച് ചെയ്യുന്ന വിധത്തിൽ, ഇതിൻ്റെ നല്ലത് ഇവിടെ, ഇതിൻ്റെ നല്ലത് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഏത് സാധനം ജോയിൻ ചെയ്യുമ്പോഴും അങ്ങനെ ആയിരിക്കണം. നല്ലതും ടച്ച് ചെയ്യുന്ന വിധത്തിൽ ജോയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അത് നിവർത്തി വെക്കുമ്പോൾ രണ്ടും നല്ല ഭാഗം തന്നെയായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സ് പല വിധത്തിലും ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 5-6 ടൈപ്പിൽ പ്ലീറ്റ്സ് ഇടാം. അപ്പോൾ അത് ഞാൻ ഇൻഷാല്ലാ അതിൻ്റേത് മാത്രമായിട്ട് ഒരു വീഡിയോ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഇട്ട് തരാം. അപ്പം അതിൽ ഓരോ ടൈപ്പ് പ്ലീറ്റ്സ് എങ്ങനെയാണ് ഇടുക എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ചെറിയൊരു അറേഞ്ചൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത് തന്നെ വീതിയുള്ള പ്ലീറ്റ്സുകളും ബ്ലോക്ക് പ്ലീറ്റ്സുകളും അതുപോലെ പിന്നെ നൂല് ഓടിച്ചിട്ടുള്ളൊരു പ്ലീറ്റ്സ് ഇടുന്ന വിധമുണ്ട്. അങ്ങനെ ആ എല്ലാ വിധവും ഇൻഷാല്ലാ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ചെറിയ പ്ലീറ്റ്സുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതും ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട്. നമുക്ക് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 പ്രാവശ്യം അടിക്കണം. കുറച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് നൂല് ഇളകി പോകും. നമുക്ക് ഇത് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വന്നു. അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്കിത് ഒന്നിച്ചായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പാരലൽ പാൻസ് അടിക്കുന്ന അതേ മെത്തേഡുകളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വശം അകത്താക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ഈ കേവായിട്ട് ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടം വരെ കേവാക്കി കട്ട് ചെയ്തില്ലേ, അവിടം വരെ തടിച്ചു കൊടുക്കുക. അതായത് ഇവിടം വരെ ഇതാണ് കേവാക്കി കട്ട് ചെയ്തത്. അപ്പോൾ താഴെ മുതൽ ഈ ഭാഗം വരെ അടിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ പിന്നെ 2 കാലും അടിച്ചു കൊടുക്കണം. അതായത് ഇപ്പം മറ്റേ കാലിനും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സൈഡും അടിച്ചു കൊടുക്കുക. നമ്മളെ കാലിൻ്റെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തു. ഇതുപോലെ 2 കാലും ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യം പ്ലീറ്റ്സ് ഇടുക, പിന്നീട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. അതിന് ശേഷം ഈ കേവ് മുതൽ താഴെ വരെയുള്ള സൈഡ് 1/2 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ക്രോച്ച് ലെങ്ത്ത് ഭാഗം ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ പാരലൽ പാൻസൊക്കെ അടിച്ചവർക്ക്, പാരലലും പിന്നെ സിഗരറ്റ് പാൻസ് ഇതൊക്കെ അടിച്ചവർക്ക് ഇത് എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി വെക്കാം ഈ ഭാഗം. അതിന് ശേഷം അടുത്ത കാലിൻ്റെ എടുക്കാം. 2 കാലാണല്ലോ ഉള്ളത്. അപ്പോൾ അടുത്ത പീസ് എടുക്കാം. ഇതേപോലെ അടുത്ത പീസ് നിവർത്തി വെക്കാം. എന്നിട്ട് ഈ ജോയിൻ്റായി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും ഒപ്പം നിൽക്കണം. ഇങ്ങനെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ രണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പിന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. മറ്റേത് ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഭാഗം അങ്ങോട്ട് മാറിപ്പോവും. അപ്പം അങ്ങനെ മാറിയാൽ എല്ലാം കൂടി കൊളാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പിന്ന് കുത്തി വെച്ച് കൊടുക്കാം. രണ്ട് ഭാഗവും ഒപ്പം വരുന്ന വിധത്തിൽ. ഇനി ഈ അറ്റം മുതൽ, അതായത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അടിച്ചു കൊടുക്കാം. ഇത് 2 അടി അടിക്കണം. പിന്നെ കുത്തി വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോവുമൊന്നുമില്ല, പിടിച്ച് ശരിക്കും നിൽക്കും.
ഭാഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ മിഡിലെത്തുമ്പോൾ നമ്മളിവിടെ കുത്തിവെച്ച പിന്ന് അയച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നിൻ്റെ മുകളിൽ സൂചി ആയിപ്പോയെങ്കിൽ പിന്നെ സൂചി പൊട്ടും. പിന്നെ അതുപോലെ ഈ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടും ഒരേ സൈഡിലേക്കാകുമ്പോൾ ഒരു കട്ട പോലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലും മറ്റത് ഓപ്പോസിറ്റ് സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നല്ല വൃത്തിയിൽ നിന്നോളും. നമുക്ക് ഇത് ഒന്നിച്ചായി, ഇതുപോലെ ഒന്നിച്ചായി വന്ന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ മീതെ എലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കി അടിക്കാൻ എടുത്തത് എത്രയാണോ അത് മടക്കി അടിക്കുക. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് എടുത്തെങ്കിൽ 2 ഇഞ്ച് മടക്കുക, 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് മടക്കുക. അപ്പോൾ 1.5 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് എലാസ്റ്റിക്കേ ഇടാൻ പറ്റുള്ളൂ, 2 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ഇത് അടിച്ച് കഴിഞ്ഞ് ഇനി പിന്നെ നമുക്ക് മീത വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ബിഗിനേഴ്സൊക്കെ ഈ നമ്മൾ മടക്കി അടിക്കാനുള്ള ആ ഭാഗം ജസ്റ്റ് ഒരു 3-4 സ്ഥലത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് ഈ മടക്കുമ്പോൾ പിന്നെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. മറ്റേ എന്താ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു വീതിയായിരിക്കും, കുറച്ചെത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവും. അങ്ങനെ കുറഞ്ഞോ കൂടിയൊക്കെ മാറ്റം വരുമ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ പോലെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പം കുറച്ച് എക്സ്പീരിയൻസ് ആയവർക്ക് പ്രശ്നമില്ല, അവർക്കത് ശരിക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അടിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ അറ്റം ഒന്നിങ്ങനെയും മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പം തേരുവശമായതുകൊണ്ട് അങ്ങനെ മടക്കുന്നില്ല. പക്ഷെ കട്ട് ചെയ്ത ഭാഗമാണെങ്കിൽ എന്തായാലും ആദ്യം ഒരു 4 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മടക്കിയിട്ടായിരിക്കണം അടിക്കുന്നത്. ഇപ്പോൾ നമുക്കിത് അടിക്കുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് അതങ്ങനെ റൗണ്ടായിട്ട് വരുമല്ലോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് വരുമ്പോൾ ഒരു 1-1.5 ഇഞ്ച് വിട്ടിട്ടായിരിക്കണം നിർത്തേണ്ടത്. ഇവിടെ ഒരു ഹോള് ബാക്കി വെക്കുക. ഇതെന്തിനാ പറഞ്ഞാൽ നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 1.5 അല്ല, ഒരു 2 ഇഞ്ചൊക്കെ വിട്ടുകൊടുക്കുക. പിന്നീട് അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ നിർത്തി. അപ്പോൾ ഈ ഹോളിൽ കൂടി നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. അപ്പോൾ എലാസ്റ്റിക് എടുക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഏതളവാണോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ ആളുടെ വേസ്റ്റിന് ടേപ്പ് വെച്ചിട്ട് നല്ല റൗണ്ടായിട്ട് ടൈറ്റായി പിടിക്കാം. അതിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ടൈറ്റ് എലാസ്റ്റിക്കിൽ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. സേഫ്റ്റി പെൻ വെച്ചിട്ട് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് അടിക്കണം. അതായത് ഇങ്ങനെയല്ല, ഒന്നിൻ്റെ മീതെ ഒന്നായി വെച്ചിട്ട് ഒരു 3-4 സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ പിന്നെ നമ്മൾ കയറ്റാൻ വേണ്ടി വിട്ട ആ ഭാഗം ഉണ്ടാകും, അതും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് എലാസ്റ്റിക് ജോയിൻ ചെയ്ത്, അപ്പോൾ എലാസ്റ്റിക് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 3-4 സ്റ്റിച്ച് അടിക്കുക.
ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പാൻസിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വരാൻ ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ അടിക്കണം. അപ്പോൾ ചെറിയ അളവിൽ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അടിച്ച് അങ്ങനെ പഠിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ഒന്ന് അടിച്ച് നോക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ ഒരു ഐറ്റമായിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ കാണാം.